സൈബർ ആക്രമണം നേരിട്ട ഒരു അഭിനേതാവ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പക്ഷേ അതിന് കാരണം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ചേട്ടൻ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ നെഗറ്റീവ് അടിച്ചാൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെ ബാധിക്കില്ലേ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ 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 എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അതെൻ്റെ ലൈഫിനെയോ എൻ്റെ ക്യാരക്ടേഴ്സിനോ ഒന്നും ബാധിച്ചിട്ടില്ല. അത് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവർ തന്നെ ഇപ്പോൾ എന്തായാലും അവസാനം നന്മയ്ക്കൊരു വിജയം ഉണ്ടാവാറുണ്ട്, സത്യത്തിനൊരു വിജയം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം. ഒരു കലാകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട ആളാണ്. അവിടെ ഒരു വ്യാജനായിട്ട് നിൽക്കല്ലേ വേണ്ടത്. ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ എനിക്ക് കൂടുതൽ ഫാൻസ് വരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് ഇപ്പം കാണാൻ സാധിക്കും. ഞാൻ ഇയാളിലൊരു പറയുന്നതിൽ സത്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ മാറ്റി പറയാറില്ല, ഉള്ളത് തുറന്നു പറയുന്ന ഒരാളുണ്ട്. എല്ലാം സൂചിപ്പിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് വ്യാജന്മാർ. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ രാഷ്ട്രീയത്തെ പോലും പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് എന്താണ് അതിലെ തെറ്റ് എന്ന് എനിക്കും പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപി ജയിച്ച സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ചെല്ലുന്നു, അദ്ദേഹത്തോട് കൂടുതൽ വിധേയത്വം കാണിക്കുന്നു എന്നുള്ള തരത്തിൽ താങ്കൾക്ക് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു ചായവുണ്ട് എന്നുള്ള തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ട്. അത് താങ്കളെ കാണുമ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ. അത് സിനിമയുടെ ഭാഗമായിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, മറുപടി ഞാൻ ചാണകം ചവിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ചാണകമല്ല. ഞാനൊരു കർഷക കുടുംബത്തിലുള്ളതാണ്, തൊഴുത്തുണ്ടായിരുന്നു. ആ ചാണകമാണ് ഞാൻ ചവിട്ടിയുള്ളത്. അത് വലിയ ശുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയുടെ ഒപ്പം പോകുമ്പോൾ, സുരേഷ് ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ BJPയുടെ കൊടി പിടിച്ചിട്ടല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാൻ ആ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ മാറി എൻ്റെ. അത് ഒരു കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ അതൊരു ഭാഗമായിട്ട് രാഷ്ട്രീയം ഉണ്ടായിരിക്കും. പക്ഷേ രാഷ്ട്രീയം ഒരു പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന അന്ധവിശ്വാസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന പാർട്ടി ചെയ്യുന്നതാണ് കൃത്യം, മറ്റത് ചെയ്യുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവർ. എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഹ്യൂമാനിറ്റിയിൽ മനുഷ്യത്വത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് അവസാനം വിജയമുണ്ട്. എന്തുമാത്രം ട്രോൾ ചെയ്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന്. 10 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് 10 പൈസ ഉണ്ടാക്കാത്ത രാഷ്ട്രീയക്കാരെ എത്ര പേരുണ്ടാവും? ഒന്ന് EMS നമ്പൂരിപ്പാടുണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ടാവുമായിരിക്കും. സുരേഷ് ചേട്ടൻ കഴിഞ്ഞ 10 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് കയ്യിൽ നിന്ന് കാശ് പോയി എന്നല്ലാണ്ട് 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല. അത് കൃത്യമായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കൊടി പിടിക്കുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിനെ സേവിക്കണമെന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ പാഷനും ആഗ്രഹങ്ങളുമാണല്ലോ. ഇതുപോലെ ലൈറ്റിൻ്റെയും ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം പണിയെടുത്ത് ആയുസ് കളഞ്ഞ് പണിയെടുത്തുണ്ടാക്കുന്ന കാശിൽ നിന്നുള്ള ദശാംശമല്ല മുഴുവൻ അംശം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാവങ്ങൾക്കും വീട് വെക്കാനും സേവനത്തിനൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം, മനുഷ്യത്വം. അത് മനുഷ്യത്വത്തിൻ്റെ കൂടെ എപ്പോഴും എനിക്ക് നിൽക്കാൻ വളരെ സന്തോഷമാണ്. അതിന് എത്ര ആക്രമണം നേരിട്ടാലും കുഴപ്പമില്ല. മിമിക്രി എന്ന് പറയുന്നത് ചോറായിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് വരെ ട്രോളുണ്ടായിട്ട് വളരെ മോശമായിട്ടുള്ള ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ മനുഷ്യനല്ലേ, അതൊന്നും പ്രശ്നമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അല്ല, എന്നാലും ഉള്ളു പൊള്ളുന്ന ചില മൊമെന്റ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് നേടേണ്ടത് ഞാൻ നേടി, ഞാൻ ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കി. 7ഓളം പാസ്പോർട്ട് ഉണ്ട്. മിമിക്രി കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചതാണ്. കാണാവുന്നതെല്ലാം എന്നെ ദൈവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പാസ്സായി. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞു ഡിഗ്രി എടുത്ത് PhD എടുത്ത് എന്നാൽ സിനിമയിൽ എത്തണമെന്നാണ് ആഗ്രഹം. വീണ്ടും മിമിക്രിയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ 1-2 ഐറ്റം കാണിക്കാൻ പറയുമ്പോൾ നമ്മളത് അതിൻ്റെ ഒരു പ്രാക്ടീസ് അല്ല. ഞാൻ ഇതുപോലുള്ള കഥാപാത്രങ്ങളിലേക്ക്, കാരണം വീണ്ടും ഞാൻ 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകമല്ല പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേഷങ്ങൾ കിട്ടാതിരിക്കുകയോ സിനിമയിൽ അല്ലെങ്കിൽ ചാനലിലോ എല്ലായിടത്തും പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് എഫക്റ്റ് ചെയ്താണ് പ്രശ്നം. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഡിപ്രഷനോ അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാവും. നമ്മളങ്ങനെയല്ല, നമ്മൾ തീയിൽ കുരുത്താണ്. അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും വന്നാണ്. അതുകൊണ്ട് എങ്ങനെ വീണാലും 4 കാലിൽ വീഴുള്ളൂ.